ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ ആടിയുലയുകയാണ് മലയാള സിനിമാ ലോകം. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു. രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടൻ സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒഴിഞ്ഞു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. തനേഷ് തമ്പിയും നമ്മളോടൊപ്പം ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷഫീദ്, ഈ രാജിയെ തുടർന്ന് ഇനി ഏത് തരത്തിലാണ് സർക്കാർ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സമ്മർദ്ദത്തെ തുടർന്നല്ല, സ്വമേധയെ എടുത്ത തീരുമാനമാണ് രഞ്ജിത്തിന്റെ രാജിയിലേക്ക് നയിച്ചതെന്നാണ്. എങ്ങനെയാണ് സാംസ്കാരിക വകുപ്പ് ഈ വിഷയത്തെ കാണുന്നത്? മുഖ്യമന്ത്രിക്ക് ഈ വിഷയം സാംസ്കാരിക മന്ത്രി കൈകാര്യം ചെയ്തതിൽ അതൃപ്തിയുണ്ട് എന്ന് സംശയമുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ആരെയും സംരക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. അത് മുഖ്യമന്ത്രി നേരിട്ട് എടുത്ത നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു ബംഗാളി നടി തന്നെ ഒരു ആരോപണം അത് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഉന്നയിക്കുമ്പോൾ അതിനെ ആ ഗൗരവത്തിൽ കാണണം എന്നുള്ളൊരു അഭിപ്രായം അത് മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. CPI അടക്കം ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ അഭിപ്രായം ഉയർത്തി. കാരണം രഞ്ജിത്ത് ആ സ്ഥാനത്ത് തുടരുകയും പിന്നീട് അത് നിയമ നടപടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ സർക്കാരിന് പ്രതിച്ഛായ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു CPIയുടെ വാദം. മറ്റ് ഘടകകക്ഷികൾക്കും സമാനമായ വാദം ഉയർന്നു. CPIഎമ്മിലെയും ചില ഉന്നതർ ഇതേ രീതിയിൽ തന്നെ നിലപാടെടുത്തതുകൂടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ രാജി എന്നുള്ള സമ്മർദ്ദം ശക്തമാക്കിയത് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെ പുകഴ്ത്തി നടത്തിയ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരെങ്കിലും പ്രതികരണവുമായി പരാതിയുമായി രംഗത്തെത്തിയാൽ സ്വാഭാവികമായും നടപടിയെടുക്കും എന്നുള്ളതായിരുന്നു ആദ്യ നിലപാട്. അങ്ങനെ ഒരു പ്രതികരണം ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെ വന്നിട്ടും 2 ദിവസം അക്കാര്യത്തിൽ ഒരു വൈകലുണ്ടായതിൽ സർക്കാരിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഏതായാലും രഞ്ജിത്തിന്റെ രാജിയോടുകൂടി ആ തലവേദന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പരിഹരിക്കാം. പക്ഷേ ഇനി വരുന്ന ആരോപണങ്ങളിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഇപ്പോൾ സിദ്ദീഖിനെതിരെ യുവനടി ഉയർത്തിയ ആരോപണത്തിൽ സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ശ്രീലേഖ മിത്രയ്ക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അന്വേഷണം നടക്കും, അത് പരിശോധിക്കും എന്നുള്ള നിലപാടാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. സർക്കാരിൽ നിന്ന് ചിലരെ ഇവരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുമുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദം പ്രതിപക്ഷം ഒരു ഭാഗത്ത് ഉയർത്തുന്ന പ്രഷർ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം അല്പസമയം മുൻപ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ, ചലച്ചിത്ര അക്കാദമിക്കെതിരെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില വിമർശനങ്ങൾ, അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഇതടക്കമുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. CPIയുടെ യുവജന സംഘടന തന്നെ അക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടിനെ അല്ലെങ്കിൽ CPIഎമ്മിൻ്റെ നിലപാടിനെ സംശയത്തോടെ കാണുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തിടുക്കപ്പെട്ട് രഞ്ജിത്തിന്റെ രാജിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി അതൊരു സ്വമേധയാ രാജി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും സർക്കാരിനുള്ളിൽ ചില അനിഷ്ടങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തോട് മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിലവിൽ താൽക്കാലികമായി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു തലവേദന അതൊരു പക്ഷേ മണിക്കൂറുകളിൽ ആയുസുള്ളൊരു തലവേദന ഒഴിയുമെങ്കിൽ കൂടി സംസ്ഥാന സർക്കാരിന് വലിയ വെല്ലുവിളിയാകുകയാണ് വിഷയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയം. ഗോപികൃഷ്ണൻ. ശരി, സാംസ്കാരിക വകുപ്പ് തുടർ നടപടികൾ എന്താണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നത് നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള സർക്കാരിൻ്റെ നിലപാട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പരാതിക്കാരുണ്ടാകട്ടെ, അപ്പോൾ മാത്രം നിയമ നടപടി, ബാക്കി കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. രഞ്ജിത്തിന്റെ രാജിയോടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ സർക്കാരിൻ്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നിലപാടിൽ മാറ്റം കൊണ്ടുവരുമോ? ഗോപി, ഉറപ്പായും ഇക്കാര്യത്തിൽ ഇനി വെറുതെ ഇരിക്കാൻ കഴിയില്ല. പരാതി വരട്ടെ, അപ്പോൾ പരിശോധിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറുകയും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തയാളാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അദ്ദേഹം ഇന്നിപ്പോൾ ഈ പുതിയ വിവരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളെപ്പറ്റി, പെൺമക്കളെപ്പറ്റി, അമ്മയെപ്പറ്റി, ഭാര്യയെപ്പറ്റിയൊക്കെ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. പരാതി ഉണ്ടെങ്കിലല്ലേ പരിശോധിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ മുകേഷിന് കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ വനിതകളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുക്കളായ വനിതകളെപ്പറ്റി ഇന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ കാര്യങ്ങൾ ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഇന്നലെ കേരളത്തിലെ, ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രതിഭ തന്നെയായ അഭിനേത്രി ഉർവശി ചെന്നൈയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ താരസംഘടന, അവരോടുൾപ്പെട്ട താരസംഘടനയുടെ നിലപാടുകളെ നഖശിതാന്തം എതിർക്കുന്നത് നമ്മൾ കേട്ടതാണ്.
ആ ഘട്ടത്തിൽ ഉർവശി പറഞ്ഞത് ഇങ്ങനെ അഴകുഴമ്പൻ സമീപനമല്ല സ്വീകരിക്കേണ്ടത്, ഈ ഒഴുകിപ്പോകുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്, നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരണം എന്ന് സിദ്ദിഖിനോട് തന്നെയാണ് ഉർവശി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് നടത്തിയ പ്രതികരണങ്ങളെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഉർവശി വിമർശിച്ചത്. ആ ഘട്ടത്തിൽ ഉർവശി പറഞ്ഞത് അടിയന്തരമായി യോഗം ചേർന്ന് എന്താണ് താരസംഘടനയുടെ ഇക്കാര്യത്തിലെ നിലപാട്, നമ്മൾ ആർക്കൊപ്പം നിൽക്കാൻ പോകുന്നു എന്നുകൂടി ജനങ്ങളോട് പറയേണ്ട സാഹചര്യമുണ്ടോ എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കണം, ഈ ഘട്ടത്തിലും ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് പറയാൻ താരസംഘടനയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു ആരോപണത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പദവി ഒഴിയേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ആ സംഘടനയിൽ വലിയ ഭിന്നതയാണ്. ഇപ്പോൾ ആ സംഘടനയുടെ വൈസ് പ്രസിഡന്റിൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. കടുത്ത നിലപാട് അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് തർക്കിച്ചതാണ് ജയൻ ചേർത്തല. ഇന്ന് അദ്ദേഹം നിലപാട് മാറ്റുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയ ഭിന്നത താരസംഘടനയിലുണ്ട്. ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അപ്പോൾ ഇതിൽ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്ന വിഭാഗത്തിന് വലിയ പിന്തുണ കിട്ടുന്നതാണ് നമ്മൾ ഈ ഇപ്പോൾ സിദ്ദിഖിൻ്റെയും അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെയും രാജിയിലൂടെ കാണുന്നത്. അപ്പോൾ അവർ കൂടുതൽ കരുത്തരാവുകയും അടിയന്തരമായി യോഗം ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ആശങ്ക, അതിൻ്റെ പവർ, അധികാരം കൈയാളുന്ന ഭാരവാഹികൾക്കുണ്ട്. അവർ അതിൽ ആശങ്കാകുലരാണെന്നുള്ളതാണ് അവിടെ നിന്നുള്ള ചില സുഹൃത്തുക്കൾ നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു തരത്തിലും പ്രതികരിക്കാതിരുന്ന നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പലരുടെയും പ്രതികരണം അനൗദ്യോഗികമായി വരുന്നുണ്ട്. ഇപ്പോൾ ഫെഫ്ക ഇതാദ്യമായി അതിലൊരു പ്രതികരണം നൽകുന്നു. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഭാരവാഹിയെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം പ്രതികരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ അദ്ദേഹം ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രതികരണം അതിലുണ്ടാകുന്നു. അങ്ങനെ മാറി നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ വാക്ക്, സാമൂഹ്യ സമ്മർദ്ദം ഈ സംഘടനകളെ ആകെ ബാധിക്കുന്നുണ്ട്. അവരതിന് വശംവദരാകാതെ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ എക്കാലത്തും ചലച്ചിത്ര മേഖലയിലെ സംഘടനകളുടെ ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഞങ്ങൾ വിധേയരല്ല എന്നത് ഒരു അനൗദ്യോഗിക തീരുമാനമായി അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടി നേരത്തെ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഞങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തതല്ല, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു, അപ്പോൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ നിങ്ങൾക്കെന്ത് എന്ന മട്ടിലുള്ള ഒരുതരം പ്രതികരണം ഇപ്പോഴും അവിടെ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ തിരുത്തേണ്ടി വരും എന്നതാണ് ഈ ഞായറാഴ്ച രാവിലെ ഉണ്ടായ ഈ കേരളത്തിൽ നിന്ന് പൊതുവിൽ ഉയർന്നു വരുന്ന സാമൂഹ്യ സമ്മർദ്ദവും അതിനെ തുടർന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഈ പറയുന്ന ചലച്ചിത്ര താരസംഘടനകളുടെ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ നിലയിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഞങ്ങൾ വിധേയരല്ല എന്ന് പറഞ്ഞവർക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട് എന്നത് അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ വരുന്ന പ്രതികരണങ്ങളും വ്യക്തമാക്കുന്നത്. സർക്കാരിൽ നിന്ന് തന്നെ നമുക്കതറിയാം.